ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ നാടൻ രീതിയിലുള്ള നെയ്യപ്പമാണ്. നെയ്യപ്പം ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. നമ്മുടെ നാടൻ ട്രഡീഷണൽ രീതിയിൽ, ഓത്തൻറ്റിക് രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി നെയ്യപ്പം നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഓൾറെഡി ഒരു 2 മണിക്കൂർ മുന്നേ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാധാരണ പച്ചരിയാണ് കേട്ടോ, നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയില്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. മധുരം നിങ്ങൾക്ക് അധികം താല്പര്യമാണെങ്കിൽ ഒരു 1.25 കപ്പ് വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളം ആവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മുടെ ഈ ഒരു ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ടൊന്ന് ഉരുക്കി വരുന്ന ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ശർക്കര യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ അരി ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം നന്നായിട്ടൊന്ന് തണുത്ത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മുടെ ഈ ഒരു അരി, നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയുടെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലോട്ട് ഈ ഒരു അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തോടെ 2 കപ്പ് അരി തന്നെയാണ് നമ്മുടെ മിക്സി ജാറിലോട്ട് ചേർക്കുന്നത്. ഓരോ മിക്സിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ എല്ലാം ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സി ജാറിലോട്ട് അരി ചേർത്തതിന് ശേഷം ഒരു അരിപ്പ എടുക്കുക. അരിപ്പ എടുത്തതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്ക് അരിച്ച് ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞിരിക്കുന്ന അളവനുസരിച്ചാണെങ്കിൽ മുഴുവനോടെ നമുക്ക് ഈ ഒരു ശർക്കര പാനി നമുക്ക് ഇതിലോട്ട് ഉപയോഗിക്കാനാണ്. പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ വല്ലതും തോന്നുവാണെങ്കിൽ കുറേശ്ശെ ആഡ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തോളൂ കേട്ടോ. ഒരു ഏകദേശം തരിതരിപ്പുള്ള രീതിയിൽ വേണം നമുക്ക് ഈ മാവ് അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് അരച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഞാൻ ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിക്കോളൂ, ലൈറ്റായിട്ടൊന്ന് തരിതരിപ്പ് ഉണ്ടാവും കേട്ടോ. നമ്മൾ കൈമേ വെച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് തൊടുമ്പോൾ ഒരു തരിതരിപ്പ് പോലെ ഉണ്ടാവും. ആ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ്, നെയ്യപ്പത്തിനുള്ള മാവ് അരച്ചെടുക്കാൻ. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് നമ്മുടെ ഈ ഒരു അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ കറുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം 1 ടീസ്പൂണ് നമ്മുടെ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യപ്പം ആയതുകൊണ്ട് നെയ്യുടെ ആ ഒരു സ്വാദ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് നെയ്യ് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് നെയ്യ് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെയ്യപ്പം ആയതുകൊണ്ട് നമുക്ക് നെയ്യ് ഓൾമോസ്റ്റ് ചേർക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് നമ്മുടെ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നാളികേരം ചേർക്കാം. നാളികേരം ചേർക്കുന്ന സമയത്ത് നമ്മൾ വറുത്തിട്ടാണ് നാളികേരം ചേർക്കുന്നത്. ആ സമയത്ത് നമ്മൾ നമ്മുടെ കറുത്ത എള്ള് നമ്മൾ സമയത്ത് ചേർക്കുന്നതിന് മുന്നേ നമ്മുടെ നാളികേരം വറുക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് വറുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണമെങ്കിലും ആഡ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ നേരത്തെയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഞാൻ ഫെർമെൻറ്റേഷൻ ആയതിനു ശേഷം നാളികേരം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവിൻ്റെ ആ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ, ഇഡ്ഡലി മാവിൻ്റെ അത്രയും കട്ടിയുമില്ല, ദോശയുടെ അത്രയും ലൂസും അല്ലാത്ത ആ ഒരു പരുവത്തിലാണ് നമ്മളിവിടെ മാവ് റെഡിയാക്കിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഏകദേശം ഒരു 8 to 10 മണിക്കൂർ നമുക്ക് ഇത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി മാവൊക്കെ പൊങ്ങി വരുന്ന പോലെ ഇത് പൊന്തിയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് ഫെർമെൻറ്റേഷൻ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. ഞാനിവിടെ ഇത് തലേദിവസം രാത്രിയിലാണ് ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അരച്ച് വെച്ചിരുന്നത്. അപ്പോൾ രാവിലെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യുന്നത്. നോക്കിക്കോളൂ, നന്നായിട്ട് നമ്മുടെ മാവ് ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇഡ്ഡലി മാവ് പോലെ പൊന്തിയൊന്നും വരില്ല. ഇനി നമുക്ക് ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് തിക്നെസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇച്ചിരി ടൈറ്റായിട്ടാണ് തോന്നുന്നത്. അപ്പം ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നാളികേരം ഞാൻ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതായിട്ട് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നുണ്ട് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യപ്പത്തിൽ നാളികേരം താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടോ. പക്ഷേ നമുക്ക് ഇവിടെ വീട്ടിൽ എല്ലാവർക്കും നെയ്യപ്പത്തിൽ നാളികേരം കുറച്ച് കടിക്കുമ്പോൾ അത് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിവിടെ നാളികേരം കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം.
അപ്പം നമ്മുടെ നെയ്യപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതായത് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലൊരു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഓരോ തവി നമുക്ക് ഇതിലോട്ട് ഈ നടുവേ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നോക്കിക്കോളൂ, ആ ഒരു ബബിൾസ് ഇതുപോലെ വരുന്നതിന് ശേഷം ഇത് പതിയെ ഒന്ന് പൊന്തി വരും കേട്ടോ. മീഡിയത്തിലോട്ട് ഫ്ലെയിം വെച്ചേക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞും പോവും, ഉള്ളിൽ വേവാനുള്ള സാധ്യതയും കുറവുണ്ട്. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ട് വീർത്ത് ഇതുപോലെ നമ്മുടെ നെയ്യപ്പം ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ അപ്പക്കാരോ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറോ ഒന്നുമേ ആഡ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ നെയ്യപ്പം ഇവിടെ വളരെ നന്നായിട്ട് ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഓയിൽ ഇതുപോലെ എന്നിട്ട് മേലെ കൂടെ പതിയെ ഒന്ന് ഒഴിച്ചു കൊടുത്തുള്ളൂ കേട്ടോ. അതിന് ശേഷം പതിയെ ഒന്ന് മറിച്ച് കൊടുക്കാം. അത് സ്പീഡിൽ ചെയ്യാൻ പാടില്ല, കാരണം സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഉള്ളിലത്തെ ആ മാവ് പുറമെ ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് സ്പാച്ചുല വെച്ച് പതിയെ ഒന്ന് മറിച്ചും തിരിച്ചും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നുണ്ട് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെയ്യപ്പം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സൈഡ്സ് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സൈഡെല്ലാം നല്ല ക്രിസ്പിയും നടുവശം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള നെയ്യപ്പം എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് വീർത്ത് പൊന്തി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡിയാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു സ്നാക്സ് ഐറ്റംസ് ആണ്. നിങ്ങളുടെയും ഇത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇന്നത്തെ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റുകൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, be happy and keep smiling. Thank you for watching and bye bye.